ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇത്രമാത്രം നിങ്ങളെ സങ്കടപ്പെടുത്തിയ ആ വാർത്തകളൊന്ന് പറയുവോ, ആ നരകത്തിനെ പറ്റിയൊന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, 1-2 വർഷമല്ല, 3000 വർഷമാണ് അള്ളാഹുവിന്റെ നരകത്തെ കത്തിച്ച് എരിച്ച് ചാമ്പലാക്കി വെച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, ഫാത്തിമ, മോളെ ഫാത്തിമ, അടുക്കളയിൽ നീ തീ കത്തിക്കുന്നവളാണ്. നിങ്ങളെല്ലാവരും തീയുമായി ബന്ധപ്പെടുന്നവരാണ്. എണിയാടിയിലെ പരിസരത്ത് തടിച്ചുകൂടി ഉമ്മമാരെ, നിങ്ങളൊന്നും മനസ്സ് തുറന്ന് കേൾക്കേണ്ട ചരിത്രമാ, നിങ്ങൾ കേൾക്കേണ്ട വിഷയമാ. പ്രഭാതം മുതൽ ഉച്ചവരെയെങ്കിലും നിങ്ങൾ അടുക്കളയില് ഗ്യാസിന്റെ അടുപ്പിലാകട്ടെ, സ്റ്റൗ അടുപ്പിലാകട്ടെ, സാധാരണ അടുപ്പ് പുകയില്ലാത്ത അടുപ്പിലാകട്ടെ, തീയുമായി ബന്ധപ്പെടുന്നവരാ. ആ തീയുടെ ചൂട് നമുക്കറിയൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, 1000 വർഷം അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ആ തീയങ്ങ് വെളുക്കുകയാണ്, വെളുക്കുകയാ. വെളുത്ത തീയങ്ങാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ പെങ്ങളെ? ഏണിയാടിയിലെ ഏതെങ്കിലും ഒരു പെങ്ങള് തീയുടെ നിറം വെള്ളയായി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന് മതിയായില്ല. അള്ളാഹു പറയുന്നു, പോരാ, പോരാ, കുറച്ചുകൂടി കത്തിക്കുക. അള്ളാന്റെ റസൂല് കരയുകയാ. നബി തങ്ങളുടെ താടിരോമം ഇങ്ങനെ നനയുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്ന സ്വഹാബ, 1000 വർഷം കൂടി കത്തിക്കുകയാണ്. 2000 വർഷം അല്ലാഹുവിന്റെ നരകത്തെ കത്തിച്ചപ്പോ ആ തീയങ്ങ്, അല്ലാഹുവേ, തീയങ്ങ് ചുമന്നു പോയി, തീർന്നില്ല. 3000 വർഷം, വീണ്ടും 1000 വർഷം കൂടി കത്തിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹത്തസ്വദ്ദത്ത്, ആ തീയങ്ങ് കറുത്തു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയാ, കഴിഞ്ഞുപോയ പരിശുദ്ധമായ റജബിന്റെ 27ാമത്തെ രാവ് നമ്മളൊക്കെ നോമ്പ് പിടിച്ചവരാ. ആ റജബിന്റെ 27ാമത്തെ രാവില് അല്ലാഹുവിന്റെ റസൂൽ ഒരു അത്ഭുതത്തിന്റെ യാത്ര പോയി. ഖുർആൻ ഒരു ട്രാവലോഗിനെ പറ്റി പറയുന്നുണ്ട്, ഒരു യാത്രാ വിവരണത്തെ പറ്റി പറയുന്നുണ്ട്. സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ലോകത്താദ്യമായി ഒരു ട്രാവലോഗിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഒരു യാത്രാ വിവരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്ര പോയി. മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ടു പോയി പെങ്ങളെ, മിഴുതള്ളി തൂറിച്ചതമേറെ സഹിക്കുന്ന അധികവും നിങ്ങളാം പെണ്ണുങ്ങളെ, അധികവും നിങ്ങളാം പെണ്ണുങ്ങളെ. തീയാൽ തയ്യൽ ചെയ്തൊരു മക്കനയാലെ നിങ്ങളെ തലമുടിയെ ഒയ്യാലൊഴിവില്ലാത്തൊരു വിധമിൽ മൂടിയ വിധമാ പെൺമണിയെ, മണിയെ നീ തലമറയ്ക്കാതെ ദുനിയാവിൽ നടന്നതിനുള്ള ശിക്ഷയാണല്ലോ, നടന്നതിനുള്ള ശിക്ഷയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ റജബിന്റെ 27ാമത്തെ രാവില് മുത്തുനബി തങ്ങളെ ബുറാഖെന്ന വാഹനത്തില് തന്റെ സതീർത്ഥ്യനാകുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം യാത്ര പോയി. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് പടച്ചവൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കടന്നു പോവുകയാ. ആ നരകം കണ്ട പ്രവാചകനാ, സ്വർഗം കണ്ട പ്രവാചകനാ. നരകം കണ്ട് മടങ്ങി വന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ഏണിയാടിക്കാര്, ഇനി മുതൽ നമുക്ക് ഹറാമ്
വേണ്ട, കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട, ലഹരി വേണ്ട, പലിശ വേണ്ട, ലോട്ടറി വേണ്ട, ഒരു ഹറാമിയത്തിന്റെ പേക്കൂത്തുകൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കണ്ട. പിന്നെയോ അള്ളാന്റെ നരകത്തെ കുറിച്ചൊന്ന് ഭയപ്പെടുക, അള്ളാന്റെ നരകത്തെ കുറിച്ചൊന്ന് ഓർത്ത് കരയുകയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല അള്ളാന്റെ റസൂല് പറയുന്ന സ്വഹാബ, 3000 വർഷം അങ്ങ് നരകത്തെ കത്തിച്ചപ്പോ ഏണിയാടിയിലെ ഏതെങ്കിലും ഒരു പെങ്ങള് 50 വയസ്സായ ഉമ്മമാരുണ്ട്, 60 വയസ്സായ ഉമ്മമാരുണ്ട്. നിങ്ങളുടെ ആയുസ്സിൽ എപ്പോഴെങ്കിലും ഒരു കറുത്ത തീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാപ്പമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, കലൈലിൽ മുളിലിമാ കുറ്റാക്കൂരിട്ട് പോലെ ആ നരകത്തിന്റെ തീയെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, ലാ തൻസുൽ അലീമതൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകല്ലേ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകല്ലേ. ഏണിയാടിയിലെ ബാപ്പ, നിങ്ങൾ 2 നില വീട് വെക്കുന്നവരാകട്ടെ, കോൺക്രീറ്റ് സൗധങ്ങളിൽ കിടക്കുന്നവരാകട്ടെ, തൊപ്പി വെച്ചവരാകട്ടെ, താടി വെച്ചവരാകട്ടെ, ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങൾ ഒരുമിച്ച് കൂടിയ മുത്തുനബി തങ്ങളുടെ സ്വഹാബത്തിനോടാ പറയുന്നത്, ലാ തൻസുൽ അലീമതൈൻ, രണ്ട് കാര്യങ്ങൾ മറക്കാൻ പാടില്ല. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് തിന്ന് രസിച്ച് രമിച്ച് ആനന്ദിച്ച് നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളികൾ തടിച്ചുകൂടിയ ആർത്തിരമ്പി വരുന്ന അലകടലിന്റെ അലമാലകളെ പരാജയപ്പെടുത്തുന്ന സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, രണ്ട് കാര്യങ്ങളെ മറക്കല്ലേ. ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, വമൽ അലീമതാനി യാ റസൂലല്ലാഹ്, ആ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അൽ ജന്നത്തു വന്നാർ, അൽ ജന്നത്തു വന്നാർ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമില്ലേ, ആ നരകത്തെ നിങ്ങൾ മറന്നു പോകല്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമില്ലേ, ആ സ്വർഗത്തെ നിങ്ങൾ മറന്നു പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ മനുഷ്യനായാലും രണ്ട് കാര്യങ്ങൾ മറക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ തൻസുൽ അലീമതൈൻ, ആരോടാ ഇത് പറഞ്ഞത്? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത 24 മണിക്കൂറും മസ്ജിദുൻ നബവിയിൽ മുത്ത് നബി തങ്ങളോടൊപ്പം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന സ്വഹാബത്തിനെ നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളും മറക്കല്ലേ എന്നാണ്. നമ്മൾ ആകെ മറക്കുന്ന രണ്ട് കാര്യം സ്വർഗവും നരകമാണ്. നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ട്? നമുക്ക് എപ്പോഴും ദുനിയാവാണ് അല്ലേ? നമുക്ക് സ്വർഗവും ഇല്ല, നരകവും ഇല്ല, മരിക്കുമെന്നുള്ള ചിന്തയും നമുക്കില്ല. ഇരിക്കുന്ന സദസ്സ് നമുക്ക് ആരെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ പകലിൽ ഏണിയാളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സദസ്സിനോട് ചോദിക്കണം, നമ്മിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ പകലിൽ ഉറക്കപ്പായിൽ എഴുന്നേറ്റ് സമയം 10 മണിയാകാൻ പോകുന്നു, ഈ 10 മണി കഴിഞ്ഞ് 10 മണി വരെയുള്ള മണിക്കൂറുകളിൽ എത്ര പേരാണ് മരണത്തെ പറ്റി ഓർത്തിട്ടുള്ളത്? അല്ലാഹുവേ, ഞാനിന്നും മരിക്കും, ഇതെന്റെ അവസാന പകലായാലോ, ഇതെന്റെ അവസാന രാത്രിയായാലോ, നമുക്ക് എത്ര പേർക്ക് ചിന്തയുള്ളത്? ഒരാളെങ്കിലും നമുക്ക് പറയാം, ഉസ്താദേ, ഞാനിന്ന് എത്ര വട്ടം എന്റെ മരണത്തെ പറ്റി ചിന്തിച്ചു. ആലോചിക്കുന്ന